ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. This is called chicken piece. ഇത് വേണോ? കടിച്ചു വലിക്കുമ്പോ പാവം എന്റെ റിച്ചിയൊക്കെ അമ്മമ്മ എനിക്കത് വേണം അമ്മമ്മ വീഡിയോ കണ്ടിട്ട് അബ്രക്കട്ടാബ്ര ജീമ്പൂമ്പ കോഴിക്കാല് കിട്ടിയേ. അനക്ക് വേണോ കോഴിക്കാല്? അത് കണ്ടപ്പോ എങ്ങനെ കാണിച്ചേ? ഒന്നുകൂടെ കാണിക്കൂ. ഓഹോ, അപ്പൊ ഈ ചിക്കൻ കഴിക്കൂലേ? നമ്മൾ അന്നുണ്ടാക്കിയ ചിക്കൻ കഴിക്കൂല എന്നാണ് റിച്ച് മോൻ പറഞ്ഞത്. എന്നിട്ട് അവൻ കഴിച്ചു. ഓഹോ, വീട്ടില് അടുക്കളയില് ചിക്കൻ കറി വെച്ച് വെച്ചിരുന്ന അവളുണ്ട്, അനിയത്തി ഉണ്ടല്ലോ, അവളെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നായം പോലെ അടുക്കളയിൽ പോവും, വെളിയിൽ പോവും. മിന്നായം പോലെ ആരും കാണും. മിന്നൽ മുരളി ഇതാ വന്നിരിക്കുന്നു ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങളോട് പ്രത്യേകിച്ച് പറയണമെന്നില്ല. വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം നമ്മളിന്ന് ഗ്രിൽഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് നമ്മുടെ നാടൻ കോഴി വീട്ടിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വെട്ടിമുറിച്ച് വാങ്ങി ഇപ്പോൾ അത് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അളിയനും ചേട്ടനും അളിയൻ്റെ വൈഫും എല്ലാവരും വരുന്നുണ്ട്. ശകലം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കനൽ സെറ്റ് ചെയ്യാം. കനൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മീറ്റെല്ലാം എടുത്ത് നന്നായിട്ടൊന്ന് വരഞ്ഞു വിടാം. ആദ്യം നമുക്ക് അതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, അതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയാവും. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിപ്പുള്ള തൈരാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതിലേക്ക് കുറച്ച് നാരങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തൊരു 5 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നമ്മുടെ റിച്ച് മോൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്കെല്ലാം മസാല നന്നായിട്ട് പിടിപ്പിച്ച് കൊടുക്കാം. മസാല നന്നായിട്ട് ഉള്ളിലേക്ക് നമ്മൾ വരഞ്ഞു കൊടുത്തിടത്തൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1/2 മണിക്കൂർ അത് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഗൈസ്, അപ്പോൾ നമ്മളിതിൽ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയത് കാരണം പിന്നെ രണ്ടാമത് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി.
വാവയ്ക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ല? ആ കുഴപ്പമില്ല, അച്ഛങ്ങൾ കഴിച്ചോളാം. ആ അതെ. ഗൈസ്, ദിസ് ഈസ് കോൾഡ് ചിക്കൻ പീസ്. ഇത് വേണോ? ഇവൻ കടിച്ച് വലിക്കുമ്പോ പാവം എന്റെ റിച്ച് കേക്ക് അമ്മമ്മ എനിക്കത് വേണം അമ്മമ്മ വീഡിയോ കണ്ടിട്ട്. വാവേ, മക്കളെ, പൊന്നേ, അവൻ എവിടെയാ ഓടി? അച്ഛൻ വേണമെന്ന് പറഞ്ഞു. ഇത് ധാന്യത്തേക്ക് വേണമെന്നാണ് പറഞ്ഞത്. അത് പോരാടാ, അങ്ങോട്ട് വീശി വിടും. ക്യാമറ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ. പറയണ്ട, നീ പറ. ചെയ്യണം, ഉറച്ചു പറ, ഉറച്ചു പറ. ലൈക്ക് ചെയ്യണം, ക്യാമറയിൽ നോക്കി പറ. ഇങ്ങനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാ സ്വീറ്റ് ഇതാ. ടാറ്റാ, ബൈ ബൈ. ബൈ.